ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മളെ ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ദ സീരീസ് സർക്യൂട്ട്. നമ്മൾ കുറേ സർക്യൂട്ട്സിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. ഏതാണ്? ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ട് അല്ലെ, ആൻഡ് ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും. ശ്രദ്ധിച്ചിരിക്കുക, വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് സീരീസ് ആൻഡ് പാരലൽ. പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യും. അപ്പൊ നോക്കുക, വാട്ട് ഇസ് സീരീസ് സർക്യൂട്ട്? എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഹൗ a സീരീസ് സർക്യൂട്ട്, എങ്ങനെയാണ് സീരീസ് സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. Okay, so നോക്കാം, what is a series circuit? See, if all the resistance are connected in series combination, we say it as a series circuit. But what is series combination? എന്താണ് ഒരു സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ചിലവർക്ക് അറിയുന്നുണ്ടാകും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. വാട്ട് ഇസ് സീരീസ് കോമ്പിനേഷൻ? സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീനിയർ മെത്തേഡിൽ, ദാറ്റ് മീൻ ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ സീരീസ് കോമ്പിനേഷൻ. ജസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ എങ്ങനെയാ റെസിസ്റ്റൻസിനെ നമ്മൾ സിംപിളൈസ് ചെയ്യുക? ദിസ് ഇസ് എ റെസിസ്റ്റൻസ് അല്ലെ, ഇതാണ് ഒരു റെസിസ്റ്റൻസ്. അപ്പൊ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ട്, ദാറ്റ് മീൻ see this is a series connection. ഇതെന്താണ്? ഒരു സീരീസ് കണക്ഷൻ ആണ്. ഇതെന്താണ്? ഒരു സീരീസ് കണക്ഷൻ ആണ്. നോക്കുക, ദിസ് ഇസ് എ മെത്തേഡ്. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. കുട്ടികൾ കൺഫ്യൂസ് ആകുന്ന ഒരു രീതിയാണ് ഈസ് ദിസ് എ സീരീസ്? ഇത് സീരീസ് ആണോ? യെസ്, ഇതും ഒരു സീരീസ് ആണ്. നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കുക, ഇവിടെ ഞാനൊരു ബ്രേക്ക് ചെയ്ത് ഇതിനെ ഞാൻ വളച്ച് നേരെ വെക്കുകയാണെങ്കിൽ, ഇതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ വളച്ച് നേരെ വെക്കുകയാണെങ്കിൽ, അതൊരു സിംഗിൾ ലൈനിൽ അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സീരീസ് കണക്ഷൻ. നോക്കുക, ഇത് ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ അലൈൻ ചെയ്യുന്നുണ്ട്. നോക്കുക, നിങ്ങള് ഇങ്ങനെയല്ലേ ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നിവർത്തി വെക്കുകയാണെങ്കിൽ ഇതൊരു സിംഗിൾ ലൈനിലല്ലേ അലൈൻ ചെയ്യുന്നത്? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കുക, ദിസ് ഈസ് എ സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ ഈ തരത്തിൽ വരുമ്പോൾ നിങ്ങൾ മിസ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ മിസ്ലീഡ് ചെയ്യാതിരിക്കുക, ശ്രദ്ധക്കുറവ് കാരണമാകാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ദിസ് ഈസ് എ സീരീസ് കണക്ഷൻ. അപ്പൊ ഇങ്ങനെ രീതിയിൽ നമ്മൾ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ സീരീസ് കണക്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ സീരീസ് കണക്ഷൻ എന്ന് പറയും. റെസിസ്റ്റർ, വി ഹാവ് എ ഡിഫറെന്റ് വാല്യൂസ്, പല വാല്യൂസിലുള്ള റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചെറിയ തുച്ഛമായ വിലകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ രീതിയിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക ദിസ് ഇസ് എ സീരീസ് സർക്യൂട്ട്. നമുക്ക് കാണാൻ സാധിക്കും സീരീസ് സർക്യൂട്ട്സ് എങ്ങനെയാണ്. നോക്കുക, this is a picture of a series circuit. നോക്കുക, original circuit. ഇനി നമ്മൾ നോക്കുക, we have a battery. This is a 3 bulb. ആണല്ല, 3 ബൾബുകൾ നമ്മൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ this is a series circuit. ഓക്കെ, എന്നാൽ ദിസ് ഇസ് എൻ ഈക്വലന്റ് സർക്യൂട്ട്. എന്താണ് ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്? ഈ 3 ബൾബിന് പകരം ഈ 3 ബൾബിന്റെ പവറും അല്ലെങ്കിൽ 3 ബൾബിന്റെ റെസിസ്റ്റൻസും കൂടെ കൂട്ടി ഒരൊറ്റ ബൾബ് അല്ലെ ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, R1 എന്ന് പറയുന്ന 1, R2 2, R3 3 എന്ന് വിചാരിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ഒരൊറ്റ ബൾബിന്റെ വാല്യൂ ഒക്കെ കൊടുക്കുന്നു. ഓക്കെ, അതാണ് എന്ത്? ഈക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഈ 3 ബൾബിനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ബൾബായിട്ട് ബാറ്ററി അങ്ങനെ തന്നെയുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഈക്വലന്റ് സർക്യൂട്ട് ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് മാറ്റുന്നു. ഒരു സർക്യൂട്ടിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? സിംപ്ലിഫൈ ചെയ്ത് മാറ്റുകയാണ് ഈക്വലന്റ് സർക്യൂട്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് എ ബാറ്ററി ഹിയർ അല്ലെ. വി ഹാവ് 2 ടെർമിനൽ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. എങ്ങനെയാണ് ഒരു ബാറ്ററിയിൽ നമ്മൾ ഫ്ലോ ഉണ്ടായിരിക്കുക? എങ്ങനെയാണ്? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് എന്ന രീതിയിലായിരിക്കും ഫ്ലോ ഉണ്ടായിരിക്കുക. ദാറ്റ് മീൻസ്
ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ഒരു രീതിയിലാണ് എന്താ ഫ്ലോ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് വാട്ട് സീരീസ് സർക്യൂട്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ഈക്വലന്റ് സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഈക്വലന്റ് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് നോക്കാം. Let take V1, V2 and V3 be the voltage across all three resistance. ആ റെസിസ്റ്റൻസിന് ഈ 3 റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, we have 3 resistance. Just consider. Okay, just consider. Okay, ഇതാണ് നമ്മുടെ R1. This is R2 resistor number 2. This is the resistor number 3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തുള്ള വോൾട്ടേജിനെ ഞാൻ V1 എന്ന് പറയുന്നു, ഈ ഭാഗത്തെ വോൾട്ടേജിനെ ഞാൻ V2 എന്ന് പറയുന്നു, ഈ ഭാഗത്തെ വോൾട്ടേജിനെ ഞാൻ V3 എന്നും ഞാൻ പറയുന്നു. ഓക്കെ, സിമ്പിൾ. അപ്പൊ നോക്കുക, ലെറ്റ് ടേക്ക് V1, V2 and V3 be the voltages. നമ്മൾ വോൾട്ടേജ് എപ്പോഴും നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുക? അക്രോസ്, നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് അല്ലെ നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജസ് V1, R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജസ് V2 ആൻഡ് R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജസ് V3. Okay, ഇനി it is known as the current flowing through them is the same. എന്ന് വെച്ചാൽ ഈ V1ഉം V2ഉം V3ഉം ഒക്കെ എന്താണ്? സെയിം ആണ്. എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരുപോലെയാണ് കറണ്ട് ഒഴുകുക. മനസ്സിലാക്കി വെക്കുക, ദിസ് ഇസ് എ ബാറ്ററി. ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഒഴുകുന്നു, കറണ്ട് ഒഴുകി 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 ഇവിടെ എത്തി. അതേ കറണ്ട് തന്നെയാണ് ഇവിടെയും എത്തുന്നത്, അതേ കറണ്ട് തന്നെ ഇതിലൂടെ എത്തുന്നു, അതേ കറണ്ട് എത്തി എത്തി തിരിച്ച് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നു. കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ദാറ്റ് മീൻ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. ഓരോ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിന്റെ എമൗണ്ട് എന്ത് തന്നെയാണ്? സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു V is equal to V1 plus V2 plus V3. ഓക്കെ, വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. സോറി, കറണ്ട് സെയിം ആണ്. എന്താണ്? കറണ്ട് സെയിം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to V1 plus V2 plus V3. അങ്ങനെയാണെങ്കിൽ what is V actually? ഈ V എന്ന് പറയുന്നത് എന്താ? ഈ വോൾട്ടേജ് നമ്മുടെ ഓംസ് ലോ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? What is Ohm's law? V is equal to IR. Voltage is equal to current into resistance. ആണല്ലോ? ആണ്. നമുക്കറിയാം V is equal to V1 plus V2 plus V3 ആണ്. ടോട്ടൽ വോൾട്ടേജ്, ഒരു ഇതിന്റെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജ് മൊത്തം കൂടിയാണ് എന്താവുക? ടോട്ടൽ വോൾട്ടേജ് ആകുക. So V is equal to IR ആണ് നമുക്കറിയാം by Ohm's law. Ohm's law അതാണല്ലേ പറയുന്നത്. V എന്ന് പറയുന്നത് IR ആണ്. അങ്ങനെയാണെങ്കിൽ Vക്ക് പകരം എനിക്ക് IR എന്ന രീതിയിൽ എഴുതിക്കൂടെ? എഴുതാം അല്ലെ? സോ നമ്മൾ ഇപ്പൊ എന്താ എഴുതുന്നത്? Vക്ക് പകരം IR എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു V1ന് പകരം IR1 എന്ന് എഴുതുന്നു, V2ന് പകരം IR2 എന്ന് എഴുതുന്നു, V3ക്ക് പകരം IR3 എന്നും എഴുതുന്നു. ഓക്കെ, ഇതില് കോമൺ ആയിട്ടുള്ള കാര്യം ആരാണ്? കറണ്ട് അല്ലെ? ഒരു ഇക്വേറ്ററിന്റെ അപ്പോഴും ഇപ്പുറം ഉള്ളത് എന്താണ്? ആണ്. സോ നെ ഞാൻ എന്ത് ചെയ്യാണ്? ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ്. I is equal to R1 plus R2 plus R3. അപ്പുറവും ഇപ്പുറവും ഇക്വേറ്ററിന്റെ അപ്പുറവും ഇപ്പുറം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. So what is the equivalent resistance? Equivalent resistance, equivalent ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Equivalent resistance of a series circuit. ഒരു സീരീസ് സർക്യൂട്ടിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് മാത്രം ചെയ്താൽ മതി? ആ റെസിസ്റ്റൻസ് ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി.
So what is the equation? R is equal to R1 plus R2 plus R3. ഇതാണ് ഈക്വലന്റ് സർക്യൂട്ട്. നമ്മൾ ഒരു സീരീസ് സർക്യൂട്ടിന്റെ ഈക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഏതൊക്കെയാണ്? R is equal to R1 plus R2 plus R3. Clear? See? അങ്ങനെയാണെങ്കിൽ ഐ എം ഗിവിംഗ് യു an equation. അപ്പൊ ഞാൻ പറയുകയാണ്, this is my circuit. Okay, this is my circuit. This is R1, this is R2, this is R3. Okay, ഈ R1, R2, R3 എന്നുള്ളതിന് പകരം ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ റെസിസ്റ്റൻസ് മാത്രമാണ് എഴുതുന്നത്. ആൻഡ് എന്റെ സർക്യൂട്ടിനെ ഞാൻ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഈ നീളത്തിലുള്ള സർക്യൂട്ടിന് പകരം ഞാൻ എന്ത് ചെയ്തു? കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അതാണ് നമ്മൾ എന്ത് പറയുക? ദ ഈക്വലന്റ് സർക്യൂട്ട് ആണല്ലോ. എന്താ വിളിക്കുക? ഈക്വലന്റ് സർക്യൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നു. സോ നമുക്ക് എങ്ങനെ ഈക്വലന്റ് സർക്യൂട്ട്, നമ്മുടെ സീരീസ് കണക്ഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഐ എം ഗിവിംഗ് യു ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡ്രോ ദ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ദ ഗിവൺ ഫിഗർ. ഗിവൺ സർക്യൂട്ടിന്റെ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇസ് 5 ohm, second resistance is 1 ohm, and the third resistance is 2 ohm, and this is 6 volt battery. ഇതാണ് ഞാൻ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക്. This is the question, and draw the equivalent circuit എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കണമെങ്കിൽ ഈ 3 സർക്യൂട്ടിനെയും നമ്മൾ ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്ത് ഒരൊറ്റ റെസിസ്റ്റൻസ് ആക്കി നമ്മൾ മാറ്റുന്നു ആണല്ലോ. അതാണ്. അപ്പൊ നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? The equation is എന്താണ്? R is equal to R1 plus R2 plus R3 ആണല്ലോ. ഫോർ ദ സീരീസ് കണക്ഷന്റെ റെസിസ്റ്റൻസ് ആണ് എന്താ? R1 plus R2 plus R3. So R1 എന്ന് പറയുന്നത്, what is the value of R1? That is 5 ohm. Plus what is the value of the second resistor? That is 1 ohm. Plus R3 എത്രയാണ്? 2 ohm. നോക്കുക എത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ? 5 plus 1 6, 6 plus 2 7, 8 ohm. നമ്മുടെ ടോട്ടൽ വാല്യൂ, ടോട്ടൽ R എഫക്റ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് എഴുതാം. എനിത്തിങ്. നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 8 ohm. അപ്പൊ നമുക്ക് വരയ്ക്കാലോ. വെരി സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. The total resistance or the equivalent resistance of the circuit is 8 ohm എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു 3 മാർക്ക് സുഖമായിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഈക്വലന്റ് സർക്യൂട്ട് ആയിട്ട് മാറ്റി എഴുതുന്നു. വെരി സിമ്പിൾ. അപ്പൊ ഇതാണ് സീരീസ് സർക്യൂട്ട്. ഓക്കെ, ഇതാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സീരീസ് സർക്യൂട്ടിന്റെ നമ്മൾ ശ്രദ്ധിക്കുക, ദ കറണ്ട് സെയിം. കറണ്ട് എന്താണ്? സെയിം ആണെന്ന് മനസ്സിലാക്കുക. സീരീസ് സർക്യൂട്ട്സ് കറണ്ട് സെയിം ആണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, സീരീസ് സർക്യൂട്ട് നമ്മൾ കോമൺ ആയിട്ട് സീരീസ് സർക്യൂട്ട്സ് നമ്മുടെ വീടുകളിലും ഷോപ്പിംഗ് മാൾസ് എനിത്തിങ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സീരീസ് സർക്യൂട്ടിന് ഒരു ഡീമെറിറ്റ് ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഡീമെറിറ്റ് കൂടെ ഉണ്ട്. സീരീസ് സർക്യൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ജസ്റ്റ് കൺസിഡർ, നമ്മുടെ കറണ്ട് ഇവിടെ സെയിം ആണെന്ന് പറഞ്ഞു അല്ലെ. സോറി, നമ്മുടെ വോൾട്ടേജസ്, നമ്മുടെ കറണ്ട് സെയിം ആണ്. അപ്പൊ കറണ്ട് സെയിം ആകുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഒരു കറണ്ട് വരുന്നു, I R1 പോകുന്നു, R2 പോകുന്നു, R3 പോകുന്നു. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ ഈ ബൾബ് നമ്പർ R2, ഈ R2 എന്ന് പറയുന്ന ബൾബ് ഒന്ന് ഫ്യൂസ് ആയി. ഓക്കെ, ഈ R2 എന്ന് പറയുന്ന ബൾബ് ഫ്യൂസ് ആയി. അങ്ങനെയാണെങ്കിൽ ഈ ബൾബ് കത്തുവോ? നമ്മുടെ ഈ മൂന്നാമത്തെ ബൾബ് കത്തുവോ? ഇല്ല.
അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ സീരീസ് സർക്യൂട്ടിലായിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഓഫ് ചെയ്യുകയോ ബൾബ് ഫ്യൂസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിലുള്ള എല്ലാ ബൾബുകളും വർക്ക് ചെയ്യില്ല. ദാറ്റ് മീൻ അതിലൂടെ കറണ്ട് കട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബൾബിലൂടെ കറണ്ട് വരുന്നു, കറണ്ട് വന്നു, കറണ്ട് വന്നു, ഇവിടെ എത്തി, ഇവിടിലൂടെ പാസ് ചെയ്തു, ഇവിടെ എത്തിയപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ അത് ബ്ലോക്കായി. ഇതിന് ശേഷം കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കറണ്ട് പാസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ബൾബ് കത്തുവോ? ഇല്ല. അപ്പോ കോമൺ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ഈ സീരീസ് കണക്ഷൻ നമ്മുടെ വീടുകളിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ വീടുകളിൽ റൂമിൽ ലൈറ്റ് ഓൺ ചെയ്തു, പക്ഷെ അപ്പൊ തന്നെ ഫാൻ ഓഫ് ചെയ്തു. അപ്പൊ നമ്മൾ മൊത്തം ലൈറ്റ് ഓഫ് ചെയ്ത ലൈറ്റും എല്ലാം കാരണങ്ങളും ഓഫ് ആയി പോയാൽ എന്താ സ്ഥിതി? ഒരു ബുദ്ധിമുട്ടാണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതേ കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരെണ്ണം, ഒരു ബൾബോ എന്തെങ്കിലും ഒന്ന് ഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓഫ് ആയി പോയാൽ എന്താ സ്ഥിതി ഉണ്ടായിരിക്കുക? സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു സീരീസ് കണക്ഷനോ സീരീസ് കോമ്പിനേഷൻ കോമൺലി നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ നമുക്ക് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് അടുത്തൊരു സർക്യൂട്ട്സ് വേണം അല്ലെ. അപ്പൊ അടുത്ത സർക്യൂട്ട്സിലേക്ക് നമുക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് പാരലൽ സർക്യൂട്ട്. നെക്സ്റ്റ് ഈസ് പാരലൽ സർക്യൂട്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അടുത്ത തരത്തിലുള്ള ഒരു സർക്യൂട്ടാണ് പാരലൽ സർക്യൂട്ട്. ഇവിടെ എങ്ങനെയാണ് കോമ്പിനേഷൻ, ഏത് രീതിയിലാണ് റെസിസ്റ്റൻസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Okay, parallel circuit. What is a parallel circuit? If all the resistors are connected in a parallel combination, we say that it is a parallel circuit. So what do you mean by a parallel combination? എന്താണ് parallel combination? ഒന്നിന് താഴെ മറ്റൊന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഒന്നിന് താഴെ മറ്റൊന്ന്, അതിന് താഴെ മറ്റൊന്നായിട്ട് ആ രീതിയിൽ തട്ട് പോലെ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഹിയർ ദ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. Okay, this is R1, R2, R3. Okay, ഈ രീതിയിൽ ഒന്നിന് താഴെ മറ്റൊന്ന്, അതിന് താഴെ മറ്റൊന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമുക്ക് എന്താണ് ഈ രീതിയിലുള്ള കോമ്പിനേഷൻ പറയുന്ന പേരാണ് പാരലൽ സർക്യൂട്ട്. ക്ലിയർ? സോ ഇങ്ങനെയാണ് പാരലൽ സർക്യൂട്ട്സ് ഉണ്ടായിരിക്കുക. ദിസ് ഇസ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, this is the battery. നമുക്ക് ഒന്നിന് മറ്റൊന്നായിട്ട് ഇതിലൂടെയാണ് നമ്മുടെ കറണ്ട് വരുന്നത്. This is the current. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് വരുന്ന കറണ്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കറണ്ട് ഇതിലൂടെ വന്നു, അതിനുശേഷം നമുക്ക് ഈ ഉള്ള കറണ്ട് നമുക്ക് എന്താണ് ഇങ്ങനെ പോയി, ഇവിടേക്ക് പോയി, ഇവിടേക്ക് പോയി. കറണ്ട് എന്താകുന്നുണ്ട്? ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. എന്നാൽ നമ്മുടെ സീരീസ് കണക്ഷനിൽ അങ്ങനെ കറണ്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ടോ? എല്ലാത്തിലൂടെയും ഒഴുകുന്നത് ഒരു കറണ്ട് തന്നെയാണ്. കറണ്ട് സെയിം അല്ലെ? അപ്പൊ വോൾട്ടേജ് അഥവാ കറണ്ട് സെയിം ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നോക്കുക, ഇവിടെ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ കറണ്ട് സ്പ്ലിറ്റിംഗ്. കറണ്ട് എന്താവുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നോക്കുക, അതിനുശേഷം നമ്മുടെ രണ്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ്, സെക്കൻഡ് റെസിസ്റ്റൻസ്, തേർഡ് റെസിസ്റ്റൻസ്, ആൻഡ് അവസാനം തിരിച്ച് നമ്മുടെ ഈ കറണ്ട് എന്താവുന്നുണ്ട്? ഇതിലൂടെ വരുന്നു. ഇതെല്ലാം കൂടെ അടുത്ത ജംഗ്ഷനിൽ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തതിന് ശേഷം ഇത് എവിടേക്ക് എത്തുന്നു? നമ്മുടെ ബാറ്ററിയിലേക്ക് തിരിച്ചെത്തുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു ജംഗ്ഷനില് നമ്മുടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു, മൂന്ന് ഡിറക്ഷനിലാക്കി പോകുന്നു. ആൻഡ് അടുത്ത ജംഗ്ഷനില് ഈ മൂന്ന് കറണ്ടും ജോയിൻ ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ട്രാവൽ ചെയ്യും. സോ ഇങ്ങനെയാണ് കറണ്ട് ഡിഫറെന്റ് ഇൻ പാരലൽ സർക്യൂട്ട് എന്ന് ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതി വെക്കുക.
ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ ഈക്വലന്റ് സർക്യൂട്ട്? നോക്കുക, ഈ മൂന്നിനെയും നമുക്ക് എന്താണ് ചെറുതാക്കി ഈക്വലന്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണ് നോക്കുക. സി, ഈ ഒരു സർക്യൂട്ട് കണ്ടല്ലോ. ഈ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം? R1, R2, R3 ഈ മൂന്ന് റെസിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ചാക്കി നമുക്ക് ഒരു ഒറ്റ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് പാരലൽ എന്നോ സീരീസോ എന്നോ ഇല്ലാതെ ഒരൊറ്റ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വലന്റ് റെസിസ്റ്റർ, ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, ഈക്വലന്റ് സർക്യൂട്ട്. എങ്ങനെ നമുക്ക് പാരലൽ ഇതിൽ നമുക്ക് ഈക്വലന്റ് സർക്യൂട്ട് ഉണ്ടാക്കാം? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഈക്വലന്റ് സർക്യൂട്ട് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. വെരി ഇമ്പോർട്ടന്റ് വൺ ആണ്. നോക്കുക, the relation between voltage and current is given by V is equal to IR. എന്താണ് V is equal to IR? This is Ohm's law. സംശയമൊന്നുമില്ലല്ലോ. V is equal to IR നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. It can be written as I is equal to V by R. I എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? V by R എന്ന രീതിയിലും എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ the voltage across the individual resistor will be, നമ്മുടെ ഓരോ റെസിസ്റ്ററിന്റെ ഇതായിട്ടുള്ള വോൾട്ടേജ് എങ്ങനെയായിരിക്കും? നോക്കുക, ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജ് നമുക്ക് നോക്കാം എത്രയാണ് വരികയെന്ന്. the voltage across the individual resistor will be എങ്ങനെയാണ്? I1 is equal to V by R1. ഓക്കെ, I2 is equal to നമ്മുടെ ഫസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഐ എം ഡ്രോയിങ് എ ഫിഗർ. This is the circuit. Okay, 6 volt നമുക്ക് ഏത് വോൾട്ടും കൊടുക്കാം. R1, R2, R3. ഓക്കെ, ഇതിലൂടെ നമ്മുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് വരുന്നു. കറണ്ട് ഇവിടെ എത്തുന്നു, ഈ ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ കറണ്ട് എങ്ങനെയാ പോകുന്നത്? ഇവിടേക്ക് സ്പ്ലിറ്റ് ആകുന്നു, ഇവിടേക്ക് സ്പ്ലിറ്റ് ആകുന്നു, ഇവിടേക്ക് സ്പ്ലിറ്റ് ആകുന്നു. 3 തരത്തിലായിട്ട് കറണ്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ദാറ്റ് ഈസ് I1, I2, I3. ഓക്കെ, I1, I2, I3 എന്ന രീതിയിൽ കറണ്ട് സ്പ്ലിറ്റ് ആയി പോവുകയാണ്. അപ്പൊ I1ന്റെ ഭാഗത്തുള്ള നമുക്ക് I1 എന്ന് പറഞ്ഞാൽ എന്താ? V by R ആയിട്ട് എഴുതാലോ ഓംസ് ലോ പ്രകാരം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I1 is equal to V by R1. ഓക്കെ, I1 is equal to V by R1. അവിടെയുള്ള വോൾട്ടേജ് സെയിം ആണ്, വോൾട്ടേജിന് ഒരു വ്യത്യാസവും ഇല്ല. നോക്കുക, in parallel circuit voltage is same. Voltage is same. Parallel circuitല് voltage same ആണ്. Okay, then current is different. Current is different. ഇതൊന്ന് ബോക്സിലിട്ട് വെക്കുക, ഇതൊന്ന് ബോക്സിലിട്ട് വെക്കുക. ഓക്കെ, വോൾട്ടേജ് സെയിം ആണ്. നോക്കുക, R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ വോൾട്ടേജ് എങ്ങനെയാണ്? ഇവിടെയും തന്നെയാണ്. R2ന്റെ ഇവിടെ തന്നെയാണ്, R3ന്റെയും സെയിം തന്നെയാണ്. വോൾട്ടേജിന് വ്യത്യാസമില്ല. എന്നാൽ കറണ്ട് എന്താവുന്നുണ്ട്? ഈ ജംഗ്ഷനിൽ എത്തുമ്പോ കറണ്ട് എന്താവുന്നുണ്ട്? 3 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ഒറ്റ കറണ്ട് 3 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ കറണ്ടിന് വ്യത്യാസമല്ലേ? R1ലൂടെ ഒഴുകുന്ന കറണ്ട് ആയിരിക്കില്ല R2ൽ ഉണ്ടായിരിക്കുക, അതായിരിക്കില്ല R3ൽ ഉണ്ടായിരിക്കുക. കറണ്ട് ഡിഫറെന്റ് ആണ്. പോയ കറണ്ട് ആയിരിക്കില്ല ഓരോ റെസിസ്റ്ററിലും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ I1 എന്ന് പറയുന്നത് V by R1 ആണ്. അങ്ങനെയാണെങ്കിൽ I2 എന്ന് പറയുന്ന കറണ്ട്, ഇവിടെയാണ് I2 എന്ന് പറയുന്ന കറണ്ട്, അത് ഇതിലൂടെ ഒഴുകുക R2 എന്ന റെസിസ്റ്റൻസിലൂടെയാണ്, V by R2. ഇനി I3 എന്ന് പറയുന്ന കറണ്ട് എതിലൂടെ ഒഴുകുക? R3 എന്ന് പറയുന്ന റെസിസ്റ്ററിലാണ്, V by R3. ഇങ്ങനെ നമ്മൾ എഴുതി എന്ന് മാത്രം. ഓക്കെ, I എന്ന് പറയുന്നത് V by R ആണ്. ആ ടേമിൽ നമ്മൾ ഇത് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ,
അപ്പൊ നോക്കുക, ദ ടോട്ടൽ കറണ്ട് അക്രോസ് ഓൾ ദ റെസിസ്റ്റേഴ്സ് വിൽ ബി, ഞാൻ പറഞ്ഞു ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ നമ്മുടെ കറണ്ട് സ്പ്ലിറ്റ് ആയി പോയി. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിന്റെ മൊത്തം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? I is equal to I1 plus I2 plus I3. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയ ആ ജംഗ്ഷനിൽ നിന്ന് 3 സാധനമായിട്ട് പോയിട്ടുണ്ടല്ലോ അല്ലെ, ആ 3 എണ്ണവും പ്ലസ് ചെയ്താൽ ടോട്ടൽ കറണ്ട് ആവുമല്ലോ അല്ലെ? യെസ്, I is equal to I1 plus I2 plus I3. സംശയം ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇൻഡിവിജ്വൽ വോൾട്ടേജസ്. എന്താണ് I എന്ന് പറയുന്നത്? V by R1 plus V by R2 plus V by R3. V കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? V കോമൺ ആണല്ലേ, V എന്ന് പറയുന്ന കോമൺ ആണ്, നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും നമുക്ക്. നോക്കുക, V by R is equal to V by R1 plus V by R2 plus V by R3. അങ്ങനെയാണെങ്കിൽ എന്താണ്? നോക്കുക, ഈ V എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? V എന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നോക്കുക, നമുക്ക് കിട്ടും 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. Okay, അപ്പൊ നമ്മൾ ഈ V കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈങ് ദ അബവ് ഇക്വേഷൻ, ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻ ജനറൽ ദ റെസിസ്റ്റർ R1, R2 ആൻഡ് R3 നമുക്ക് എങ്ങനെ എഴുതാം? ദ ഈക്വലന്റ് പാരലൽ റെസിസ്റ്റൻസ്, ദാറ്റ്സ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ എ പാരലൽ കോമ്പിനേഷൻ ഈസ് ഗിവൻ ബിലോ. എങ്ങനെ നമുക്ക് എഴുതാം? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ് മക്കളെ. ഓംസ് ലോ ഉണ്ടോ? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പാരലൽ കോമ്പിനേഷനിൽ എന്താണ് ഡിഫറെന്റ്? കറണ്ട് ഈസ് ഡിഫറെന്റ്. അപ്പൊ നിങ്ങൾ ആ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, കറണ്ട് വരുന്നു, ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ സ്പ്ലിറ്റ് ആകുന്നുണ്ട്. സ്പ്ലിറ്റ് ആകുന്നത് കൊണ്ട് കറണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണോ ഡിഫറെന്റ് അത് വെച്ചാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കുക, എന്താണോ ഡിഫറെന്റ് ആയിട്ടുള്ളത് അത് വെച്ചാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇവിടെ കറണ്ട് ആണ്. അപ്പൊ എല്ലാ കറണ്ടും, ആ സർക്യൂട്ടിന്റെ മൊത്തം കറണ്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓരോ I1 plus I2 plus I3 ചെയ്ത് നമുക്ക് കിട്ടും. I എന്ന് പറഞ്ഞാൽ എന്താണ്? V by R ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഓംസ് ലോ പ്രകാരം അല്ലെ. അപ്പൊ വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് I1 is equal to എന്താണ്? V by R1 plus V by R2 plus V by R3. ഈ V കോമൺ ആയതുകൊണ്ട് V നെ ഞാൻ കട്ട് ചെയ്യുന്നു. ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഈക്വലന്റ് സർക്യൂട്ട്, ഈക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു 3 or 4 ഇങ്ങനെയുള്ള പാരലൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഓക്കെ, അപ്പൊ നോക്കുക, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ഇക്വേഷൻസും പഠിക്കുക. നമ്മളിപ്പോ പഠിക്കുന്ന 2 ഇക്വേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഇൻ സീരീസില് കറണ്ട് സെയിം ആണ്. സീരീസിന്റെ കാര്യത്തില് എല്ലാ ബൾബിലൂടെയും ഒറ്റ കറണ്ട് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ കറണ്ടിന് എന്തെങ്കിലും ഡിവിഷൻ ഉണ്ടോ? ഇല്ല. വോൾട്ടേജിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോ നമ്മുടെ സീരീസിന്റെ കേസിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? R is equal to R1 plus R2 plus R3. This is for series. അങ്ങനെയാണെങ്കിൽ പാരലൽ എങ്ങനെയാണ്? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ നോക്കുക. Various points to be remembered from the above discussion. ഏതൊക്കെയാ നമുക്ക് നോക്കാം. A circuit consists of conductors, power source, that means battery, loads, resistors and switches. ഇത്രയും കാര്യങ്ങൾ ഒരു കോമൺ സർക്യൂട്ട്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. The entry and exit of current in the circuit are controlled by the switches. The flow of electric current in the circuit is managed by the resistors. Resistors എന്താണ്? തടയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനും തടയാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റേഴ്സ് ഉള്ളത്. ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് എ സർക്യൂട്ട്, സീരീസ് കോമ്പിനേഷനിൽ എങ്ങനെയാണ്?
കറണ്ട് എന്താ മക്കളെ? സെയിം കറണ്ട് ഫ്ലോസ് ഇൻ ഓൾ ദ റെസിസ്റ്റേഴ്സ്. കറണ്ട് എന്താണ്? സെയിം ആണ്. പക്ഷെ എന്താ ഡിഫറെന്റ്? വോൾട്ടേജസ് ആണ് ഡിഫറെന്റ്. ദ ടോട്ടൽ ഓർ ഈക്വലന്റ് റെസിസ്റ്റേഴ്സ് ക്യാൻ ബി ഗിവൺ ബൈ ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതെന്ത് ചെയ്യുക? ഒന്ന് സമ്മ് ചെയ്ത് കളയുക. Then in a parallel combinationൽ എങ്ങനെയാണ് വരിക? The voltage is similar. Voltage എന്താണ്? Same ആയിരിക്കും. The voltage will be same. Okay, the total or equivalent resistance can be given by 1 by R1 എന്ന് പറയുന്നത് എന്താണ്? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. നമുക്ക് ഇങ്ങനെ എത്രയെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ദ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. സോ ഈ രണ്ട് ഇക്വേഷൻസും ബൈ ഹാർട്ട് ആക്കി പഠിക്കുക. ഈക്വലന്റ് സർക്യൂട്ട് എങ്ങനെ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. സോ സ്റ്റേ ട്യൂൺഡ്.